ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്, പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷത്തിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ കടന്ന മുംബൈ ഇന്ത്യൻസ് നാളെ പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശ് സന്ദർശിക്കുന്നു. ലോക്മാതാ ദേവി അഹല്യഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഭോപ്പാലിൽ നടക്കുന്ന ലോക്മാതാ ദേവി അഹല്യഭായ് മഹിളാ സശക്തീകരൺ മഹാസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. മധ്യപ്രദേശിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നയം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുന്നതിനായി നിയോഗിച്ച 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം തുടരുന്നു. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൊളംബിയയുടെ വിദേശകാര്യ ഉപമന്ത്രിയെ കണ്ടു. ഇന്ത്യയെ ശക്തമായി പിന്തുണയ്ക്കുന്നതായി കൊളംബിയൻ മന്ത്രിമാർ തനിക്ക് ഉറപ്പ് നൽകിയതായി ശശി തരൂർ അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലത്തിലെത്തി. M സ്വരാജ് വരണാധികാരിക്ക് മുൻപാകെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും ഇന്ന് പത്രിക സമർപ്പിക്കും. ഇരു സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ UDFൽ ചേരാനോ ഇല്ലെന്ന് PV അൻവർ. ഇനി ആരും തന്നെ ചർച്ചയ്ക്ക് വിളിക്കരുതെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലമ്പൂരിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനം തീരുമാനിക്കട്ടെയെന്നും CPMുമായി ഒരു ചർച്ചയ്ക്കും ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF തീരുമാനം പാർട്ടി കൺവീനർ PV അൻവറിനെ അറിയിച്ചതായാണ് വിവരമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. PV അൻവർ UDFനെ അംഗീകരിക്കണമെന്നും ആരും അവഗണിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പിൽ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയ 14ാം ബാച്ച് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ മന്ത്രി KB ഗണേഷ് കുമാർ അഭിസംബോധന ചെയ്തു. ആവശ്യവുമായി എത്തുന്നവർക്ക് സേവനം ചെയ്യാൻ സന്നദ്ധമായിരിക്കണമെന്നും അവരുടെ സമയത്തിന് വില നൽകണമെന്ന് പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും സ്വന്തം നിലയിൽ അറിവ് നേടിക്കൊണ്ടേയിരിക്കണമെന്നും പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി, കൊല്ലം, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും ഉൾപ്പെടെ വ്യാപക നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇതുവരെ പെയ്ത കനത്ത മഴയിലും കാറ്റിലും ജില്ലയിലെ 100ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതിൽ 10ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വെള്ളക്കെട്ടും രൂക്ഷമാണ്. കനത്ത മഴയെ തുടർന്ന് ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി ഓടുകയാണ്. വിഴിഞ്ഞത്ത് ഇന്നലെ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 9 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കനത്ത മഴയിലും കാറ്റിലും പേരൂർക്കട SAP ക്യാമ്പിൽ മരം വീണ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. തൃശൂരിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ജില്ലയിൽ 7 ക്യാമ്പുകളിലായി 64 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 4 വീടുകൾ പൂർണ്ണമായും 177 വീടുകൾ ഭാഗികമായും തകർന്നു. തീരദേശ മേഖലയിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. ദേശീയപാതയിലെ ഗതാഗത കുരുക്കും രൂക്ഷമാവുകയാണ്. വാഴാനി ഡാമിൽ നിന്ന് അധിക ജലം ഒഴുക്കുന്നതിനാൽ വടക്കാഞ്ചേരി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യത. സമീപവാസികൾ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴയിൽ ശക്തമായ മഴ തുടരുന്നു. പ്രധാന നദികളുടെയെല്ലാം ജലനിരപ്പ് 7 അടിയോളം ഉയർന്നിട്ടുണ്ട്. മഴ പൊതുഗതാഗതത്തെയും സാരമായി ബാധിച്ചു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി R. രവികുമാർ.
പമ്പ, അച്ചൻകോവിൽ, മണിമല്ല തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് ഏതാണ്ട് 7 അടിയോളം ഉയർന്നിട്ടുണ്ട്. പ്രധാന നദികൾ കര കവിഞ്ഞതോടെയാണ് നദീതീരത്തെയും താഴ്ന്ന പ്രദേശങ്ങളിലെയും വീടുകൾ വെള്ളത്തിലായത്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം, തകഴി എന്നിവിടങ്ങളിൽ വെള്ളം കയറി. ഇതിനാൽ KSRTC ബസ് സർവീസ് അടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. മുട്ടാറിൽ മട വീണ് 13 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽകൃഷി നശിച്ചു. കാവാലത്ത് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനാൽ ജങ്കാർ സർവീസും നിർത്തലാക്കി. തൃക്കുന്നപ്പുഴ, അമ്പലപ്പുഴ പ്രദേശങ്ങൾ കടൽക്ഷോഭവും രൂക്ഷമാണ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, നീലേശ്വരം, മൊഗ്രാൽ, ഷിറിയ എന്നീ നദികളിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്നു. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയം സന്ദർശിച്ച് മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാൽ. തന്റെ ബാല്യകാലത്തെ റേഡിയോ ഓർമ്മകൾ ആകാശവാണിയുമായി പങ്കുവയ്ക്കുന്ന മോഹൻലാലിന്റെ വാക്കുകളിലേക്ക്. ടിവിയും ഇന്റർനെറ്റും ഒക്കെ വരും മുമ്പുള്ള ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഹോം എന്റർടൈൻമെന്റ് ആകാശവാണിയായിരുന്നു. അല്ല, ആകാശവാണി മാത്രമായിരുന്നു. അതാണ് ശരി. എന്റെയൊക്കെ തലമുറയുടെ ആദ്യ ആകാശവാണി ഓർമ്മ അതിന്റെ സിഗ്നേച്ചർ ട്യൂൺ, അത് കഴിഞ്ഞാൽ ഉദയഗീതം, അങ്ങനെ പോകുന്നു ഓരോ ദിവസം. എല്ലാ ഞായറാഴ്ചകളിലും ബാലലോകം, അമ്മാവൻ വന്ന് അവതരിപ്പിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികൾ. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ അമ്മാവൻ കരമന P. ഗംഗാധരൻ നായർ ആയിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. പരിപാടി ജൂൺ 8 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത്. കഞ്ചിക്കോട് മലയപ്പള്ളം ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്ന കാട്ടാനയെ കാടുകയറ്റാൻ നടപടി തുടങ്ങി. ധോണിയിൽ നിന്നും വനംവകുപ്പ് എത്തിച്ച അഗസ്ത്യൻ എന്ന കുങ്കിയാനയും ദൌത്യത്തിൽ പങ്കെടുക്കുന്നു. വാട്ടർ ATMുമായി വയനാട് മാനന്തവാടിയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്. വിപണിയിൽ ലിറ്ററിന് 20 രൂപയുള്ള കുടിവെള്ളത്തിന് ലിറ്ററിന് 1 രൂപ മാത്രമാണ് ഇവർ ഈടാക്കുന്നത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദവും തുച്ഛവുമായ നിരക്കിൽ ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം നൽകുന്ന ജലവിതരണ യൂണിറ്റാണ് വാട്ടർ ATM മിഷൻ. വെള്ളം ശുദ്ധീകരിക്കുവാൻ നൂതന ഫിൽട്രേഷൻ സങ്കേതമായ റിവേഴ്സ് ഓസ്മോസിസ് സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ലിറ്റർ ശുദ്ധജലത്തിന് 1 രൂപയാണ് നിരക്ക്. പണം GPay, ഫോൺപേ ആയും നൽകാം. ജലം ശേഖരിക്കാനുള്ള കുപ്പി, പാത്രം ഉപഭോക്താവ് കരുതണം. വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതിക്ക് ദോഷമാവുന്ന പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് വിനോദസഞ്ചാര പ്രാധാന്യം കൂടിയായ തവിഞ്ഞാലിന്റെ ലക്ഷ്യം. IPL ക്രിക്കറ്റിൽ 2ാം ക്വാളിഫയറിൽ കടന്ന മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തിയാണ് നേട്ടം. നാളെ നടക്കുന്ന 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് ആണ് മുംബൈയുടെ എതിരാളി. ജൂൺ 3 ഫൈനൽ. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. 187 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 42 പേർ വനിതാ കേഡറ്റുകളാണ്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി. വയനാട് കമ്പളക്കാട്ട് പള്ളിമുക്ക് സിനി മാളിന് സമീപം റോഡരികിൽ നിന്ന യുവതി ജീപ്പ് ഇടിച്ചു മരിച്ചു. കമ്പളക്കാട് സ്വദേശിനി ദിൽഷാനയാണ് മരിച്ചത്. ബത്തേരി സെന്റ് മേരീസ് കോളേജ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ആലപ്പുഴ ഹരിപ്പാട് പള്ളിപ്പാട്ട് മീൻ പിടിക്കാൻ പോയ യുവാവ് വെള്ളത്തിൽ വീണ് മരിച്ചു. പിലാപ്പുഴ സ്വദേശി സ്റ്റീവാണ് മരിച്ചത്. രാത്രി 2 മണിയോടെ ഫൈബർ വള്ളം മറിഞ്ഞാണ് അപകടം. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാട്യം മുതിയങ്ങയിൽ തോട്ടിൽ വീണ് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. മുതിയങ്ങ സ്വദേശിനി നളിനിയാണ് മരിച്ചത്. അഗ്നിരക്ഷാസേന നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ലക്ഷദ്വീപിലെ ഇന്ത്യൻ നാവികസേന ആസ്ഥാനമായ INS ദ്വീപ് രക്ഷകിന്റെ പൊതുജന സമ്പർക്ക പരിപാടികളുടെ ഭാഗമായി കവരത്തി ദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജീവൻ രക്ഷാ ഉപകരണങ്ങളും വിതരണം ചെയ്തു. തീരദേശങ്ങളുടെ സുരക്ഷാ നിരീക്ഷണങ്ങളിൽ നിർണായക സേവനങ്ങൾ നൽകിവരുന്ന മത്സ്യത്തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ.
സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷത്തിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. വിവിധ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ കടന്ന മുംബൈ ഇന്ത്യൻസ് നാളെ പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.